കഴിഞ്ഞ വീഡിയോന്റെ ബാക്കിയിൽ നമ്മൾ the definition of the limit of a sequence is very similar to the definition of the limit of a function at infinity. അപ്പോൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കാണിച്ചിട്ടുണ്ട് y equal to f of x ന്റെ എന്നുള്ള ഫംഗ്ഷൻ. ആ ഫംഗ്ഷൻ ഇൻഫിനിറ്റിയിലോട്ട് പോകുമ്പോൾ അതിന്റെ ലിമിറ്റ് എന്താണെന്ന് നമുക്ക് ഓരോ ഫംഗ്ഷൻ അനുസരിച്ച് പറയാൻ പറ്റും. അപ്പൊ ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് അറ്റ് ഇൻഫിനിറ്റി എന്താണോ അതും ലിമിറ്റ് ഓഫ് ദ സീക്വൻസും വെരി സിമിലർ ആണെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ y equal to f of x ഡിഫൈൻഡ് ഓൺ ദ ഇന്റർവൽ 0 ഇൻഫിനിറ്റി ആൻഡ് ദ സീക്വൻസ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സീക്വൻസ് എ എൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എൻ എന്നാണ്. ദാറ്റ് ഈസ് എ എൻ എന്ന് പറയുന്ന ടേംസ് എഫ് ഓഫ് എൻ ആണ്. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ വാല്യൂസ് വെൻ എൻ ഈസ് എ പോസിറ്റീവ് ഇൻറ്റിജർ. എൻ പോസിറ്റീവ് ഇൻറ്റിജർ ആകുമ്പോൾ ഉണ്ടാകുന്ന ഫംഗ്ഷന്റെ വാല്യൂസ് ആണ് എ എന്നുകളായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പൊ സീക്വൻസ് എ എന്ന് പറഞ്ഞാൽ സീക്വൻസ് എഫ് ഓഫ് എൻ ആണ്. എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞാൽ 1 ആകുമ്പോൾ ഉള്ള വാല്യൂ എഫ് ഓഫ് 1, ഇവിടെ ഒരു ഡോട്ടിംഗ് ഒക്കെ കാണാം. 2 ആകുമ്പോൾ ഉള്ള വാല്യൂ എഫ് ഓഫ് 2. അങ്ങനെ ഇവിടെ ഡോട്ടഡ് പോയിന്റ്, ഈ ഓരോരോ പോയിന്റുകൾ ആണ് നമ്മുടെ സീക്വൻസിന്റെ ടേംസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഈ കർവ് ആണ്. അപ്പൊ എ എന്നുകൾ എന്ന് പറഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂസ് അറ്റ് എൻ ഈസ് ഈക്വൽ ടു 1, 2, 3 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. അപ്പൊ നമ്മൾ പറയാണ്, അപ്പൊ വി ക്യാൻ ഇവാലുവേറ്റ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി by evaluating limit extending to infinity f of x, where f is defined on the interval 0 infinity and an എന്ന് പറയുന്നത് f of n ആയിരിക്കണം. കാരണം a1 is f of 1, a2 is f of 2 etc. an is f of n etc. അങ്ങനെയാണെങ്കിൽ ലിമിറ്റ് n tends to infinity an is same as limit extending to infinity f of x. അപ്പൊ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് നമുക്ക് അറിയാമെങ്കിൽ അത് തന്നെ ആയിരിക്കും ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി എ എൻ എന്ന് പറയുന്നത്. വെയർ y equal to f of x is defined on the interval 0 infinity and sequence is defined by an is equal to f of n. അപ്പൊ അതിന് നമുക്കൊരു തിയറമായിട്ട് എങ്ങനെ പറയാം? ഇഫ് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൽ ആണെങ്കിൽ സീക്വൻസ് എ എൻ ഇസ് ഡിഫൈൻഡ് ബൈ എ എൻ ഈക്വൽ ടു എഫ് ഓഫ് എൻ, where n is a positive integer, then limit n tends to infinity an is also equal to n. Converse true ആയിക്കൊള്ളണമെന്നില്ല. ലിമിറ്റ് n tends to infinity an l ആണെന്ന് വിചാരിച്ച് ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൽ ആയിക്കൊള്ളണമെന്നില്ല. ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് എൽ ആണെങ്കിൽ an ഈക്വൽ ടു എഫ് ഓഫ് എൻ എന്നാണ് ഡിഫൈൻ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ സീക്വൻസ് എന്റെ ലിമിറ്റും എൽ ആയിരിക്കും. അതാണ് തിയറം പറയുന്നത്. അപ്പൊ എ എന്നുകളൊക്കെ എഫ് ഓഫ് 1, എഫ് ഓഫ് 2 അങ്ങനെ ഫങ്ഷണൽ വാല്യൂസ് ആയിരിക്കണം. വെയർ എൻ ഈസ് എ പോസിറ്റീവ് ഇന്റിജർ. എക്സാമ്പിൾ, ലിമിറ്റ് n tends to infinity 1 by n raised to r if r is greater than 0. അപ്പൊ എ എൻ എന്ന് പറയുന്നത് 1 by n raised to r where r is greater than 0, പോസിറ്റീവ്. അപ്പൊ നമ്മൾ ചൂസ് ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1 by x raised to r where x is greater than 0. അപ്പൊ നമ്മളിവിടെ എക്സ് പോസിറ്റീവ് ആയിട്ട് എക്സ് നെഗറ്റീവ് ആയിട്ട് എടുത്താൽ നമുക്കിവിടെ കോംപ്ലക്സ് വാല്യൂസ് ഒക്കെ വരും. അതുകൊണ്ട് നമ്മൾ എക്സ് പോസിറ്റീവ് ആയിട്ടുള്ള ഫംഗ്ഷൻ 1 by x raised to r where x is positive, that means 0 to infinity. Then limit extending to infinity f of x നിങ്ങൾക്ക് അറിയാം. limit extending to infinity 1 by x raised to r, that is equal to 0. Therefore, by above theorem, limit n tends to infinity an, that is limit n tends to infinity 1 by n raised to r is also equal to 0. The converse of the theorem, above theorem, is false. Consider, for example, the sequence sin pi n. Sin pi എന്ന് പറഞ്ഞാൽ sin pi, sin 2pi, sin 3pi എല്ലാത്തിന്റെ വാല്യൂ 0 ആണ്. അപ്പൊ അത് 0, 0, 0 എന്ന് പോകും. That sequence converges to 0. Therefore, that sequence is evidently converges to 0. കാരണം ഓരോ ടേമും 0 ആണ്. But we know that limit extending to infinity sin pi x does not exist. Limit extending to infinity sin x does not exist. Limit extending to infinity sin pi x does not exist. അപ്പൊ ലിമിറ്റ് എ എൻ ഈക്വൽ ടു 0 ആണ്. പക്ഷേ ലിമിറ്റ് എക്സ്റ്റെൻഡിങ് ടു ഇൻഫിനിറ്റി എഫ് ഓഫ് എക്സ് ഡസ് നോട്ട് എക്സിസ്റ്റ് ആണ്. അപ്പൊ കോൺവേഴ്സ് ഓഫ് ദ തിയറം ട്രൂ ആയിക്കൊള്ളണമെന്നില്ല. ഇനി ലിമിറ്റ് ലോസ് ഫോർ സീക്വൻസസിന്റെ ലിമിറ്റ് ലോസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സപ്പോസ്
limit n tends to infinity an equal to L and limit n tends to infinity bn equal to m, where c is a constant, then രണ്ട് സീക്വൻസ് തന്നിട്ടുണ്ട് an and bn. സീക്വൻസ് എന്റെ ലിമിറ്റ് L ആണ്, സീക്വൻസ് bn കൺവേർട്ട് ചെയ്യുന്ന എമ്മിലാണെങ്കിൽ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി സി an എന്ന് പറയുന്നത് സി പുറത്തു വരും. ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an, ദാറ്റ് ഈസ് CL. അടുത്ത ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് ഓർ മൈനസ് bn എന്ന് പറയുമ്പോൾ ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി an പ്ലസ് ഓർ മൈനസ് limit n tends to infinity bn, that is equal to L plus or minus m. ഇനി പ്രോഡക്റ്റ് ഓഫ് ഈ രണ്ട് സീക്വൻസിന്റെ ടേംസിന്റെ പ്രോഡക്റ്റിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് സീക്വൻസ് ഓരോന്നിന്റെ ലിമിറ്റിന്റെ പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് L into m. ഇനി കോഷ്യന്റ് ലിമിറ്റ് n tends to infinity an by bn എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity an ഡിവൈഡഡ് ബൈ ലിമിറ്റ് n tends to infinity bn, that is L by m. Provided bn not equal to 0 ആയിരിക്കണം, m not equal to 0 ആയിരിക്കണം. ഇനി ലിമിറ്റ് n tends to infinity an raised to p എന്ന് പറയുന്നത് ലിമിറ്റ് n tends to infinity an the whole raised to p, that is L raised to p. p പോസിറ്റീവ് ആയിരിക്കും, ansകളും പോസിറ്റീവ് ആയിരിക്കണം. ഇത്രയുമാണ് ലിമിറ്റ് ലോസ്. അപ്പൊ ഈ ലിമിറ്റ് ലോസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും.